VCR വന്നപ്പോൾ സംബന്ധിച്ചാൽ ഒരു ഏരിയയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഗൾഫിൽ നിന്ന് VCR കൊടുക്കുന്നുണ്ടാകും. അത് വെക്കേഷൻ ടൈമിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർ ഒരുപാടുള്ള വീടുകളാണ് ഇവർ റെൻറ്റിനും ചുമ്മായോ കൊടുക്കും. നമുക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ എടുത്തുകൊണ്ട് വരാം. അപ്പം അത് പോയി എടുത്തുകൊണ്ട് വരും. നമ്മൾ തെക്ക് വീട് എന്ന് പറഞ്ഞ വീടുണ്ട്, അവിടെ ഒരു VCR ഉണ്ടായിരുന്നു. അവിടെ പോയി VCR എടുത്തുകൊണ്ട് വരും. അമ്മ കസിൻ്റെ വീട് തന്നെയാണ് അമ്മയുടെ. അവിടെ VCR എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ 2 അന്ന് SS അനസും 2 കാസറ്റ് കടയുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ബൾക്ക് ഗ്യാസറ്റ് എടുത്തുകൊണ്ട് വരും. 5 കാസറ്റ് 3 കാസറ്റൊക്കെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഇത് കാണും. നമ്മൾ 2-3 മണിക്ക് സിനിമ കാണും. വേറെ പണിയൊന്നുമില്ല. ഇത് 2 ദിവസമൊക്കെ വെക്കാം. ഒരു 10 രൂപയോ 5 രൂപ 10 രൂപയ്ക്കൊക്കെ ഒരു കാസറ്റ് കിട്ടും ആ റെൻറ്റ്. അപ്പോൾ ഒരു ദിവസം 48 മണിക്കൂർ 24 to 48 ഹവേഴ്സിലേക്ക് കൈ വെക്കാം. അത് വെച്ച് 2-3 തവണ കാണും. അന്ന് ജെറ്റ്ലിയുടെ ഒരു പടം കണ്ടിട്ടുണ്ട്, ദ ലെജൻഡ് ഓഫ് ജെറ്റ്ലി എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതിയത്. ഏത് പടം എന്നൊരു അറിയത്തില്ല. പക്ഷേ ജെറ്റ്ലിയുടെ ഫൈറ്റ് പടം കാണുന്നത് അത് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ബാബുവാണ്ടി പടങ്ങൾ മാത്രം കണ്ടിരുന്നു, അതിന്റെ 10 സത്യമാണോ എന്നുള്ളൊരു ചിന്തയൊക്കെ. കുൻഫു എന്ന് പറഞ്ഞ എന്തൊരു മാജിക്കൽ സാധനമാണ്. കുൻഫു കൊണ്ട് എന്ത് നടക്കും? കുൻഫു അറിയാന്നുണ്ടെങ്കിൽ ലോകത്തൊരുത്തിനെ പേടിക്കണ്ട, ജെറ്റ്ലിക്ക് അതറിയാം. നടന്നൊക്കെ പോവാണ് എവിടൊക്കെ കയറിപ്പോ മനുഷ്യൻ എന്തൊക്കെ കാണിക്കുന്നത്. അന്നൊക്കെ ആലോചിക്കും ബാബുവിന്റെയും ഇയാളൊക്കെ തല്ലുകൂടി എന്തായിരിക്കും അവസ്ഥ. എന്താ മറ്റേ ഹിഡൻ ഡ്രാഗൺ, ക്രൗച്ചിങ് ടൈഗർ ഡ്രാഗൺ ഒന്നും നിലത്ത് നിൽക്കില്ല. അവര് മുളയമൊക്കെ ഇങ്ങനെ കാട്ടിട്ട് പോകും. എനിക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം 2 പേര് ഹെഡ് ഓൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ചെയ്ത് കളിക്കില്ല. നല്ല ഫൈറ്റേഴ്സ് ആണെങ്കിൽ അവർ അടിക്ക് തീരുമാനം ഉണ്ടാവത്തില്ല. അങ്ങനെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കൊന്ന് ജെറ്റിയൊക്കെ അവിടെ പോയി